വെൽക്കം ടു എഡിടെക്സ്. ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് എന്താ സംഭവം. ഇത് RTN ആണ്. നമ്മുടെ ചാനലിൽ വരുന്ന ഒരു എക്സ്പ്ലോസ് നമ്മുടെ ചാനലിലായിട്ട് എക്സ്പ്ലോസ് ചെയ്തൊരു കണ്ടൻറ്റാണ് ഈ RTN. ഫുൾ ഫോം അറിയാൻ പാടെങ്കിൽ റാൻഡം ടെക് ന്യൂസ്. അതാണ് ഞാൻ ചാനൽ പുതിയതായിട്ടൊരു ഐറ്റം കണ്ടുപിടിച്ചാണ്. ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കണ്ടന്റ് എടുക്കാം. ശരിക്കും പറഞ്ഞാൽ പേര് പോലെ തന്നെ ടെക് ന്യൂസാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്ക കമ്പനികളുടെയും അപ്കമിങ് പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു ഇതും പിന്നെ ആ ഒരു പുതിയ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു സീരീസാണ്. എപ്പിസോഡായിട്ടായിരിക്കും. ഇത് ഫസ്റ്റ് എപ്പിസോഡാണ്. നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വരും. ഇത് നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവുള്ള ഒരു കണ്ടൻറ്റാണ് RTN. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ ആപ്പിൾ AI എന്നുവെച്ചാൽ ആപ്പിൾ AI ഏപ്രിൽ വെച്ചാൽ 2025 ഏപ്രിൽ മാസമൊക്കെ നമുക്ക് വേറെ ലാംഗ്വേജിലോട്ട് എക്സ്പാൻഡ് ആകും. ഇപ്പം ആപ്പിൾ AI ചിലപ്പോൾ ഹിന്ദി അങ്ങനെ മലയാളം അങ്ങനെ കുറേ ലാംഗ്വേജിലോട്ട് എക്സ്പാൻഡ് ആവും. അതാണ് ഈ ഏപ്രിലിൽ ഒരു അപ്ഡേഷനാണ്. ആപ്പിൾ ഇൻ്റലിജൻസിന് വേറെ കുറേ ലാംഗ്വേജിലോട്ട് എക്സ്പാൻഡ് ആവും ഈ ഏപ്രിൽ. ഈ ഒരു 2025 ഏപ്രിൽ. അത് നമ്മുടെ ഫസ്റ്റ് ന്യൂസ്. നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ സാംസങ് കമ്പനി എടുക്കുന്നത് അവർ രണ്ട് അപ്കമിങ് പ്രൊഡക്ട്സാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ സാംസങ് ഗാലക്സി X Cover 7 Pro പേര് പറയാം. പിന്നെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗാലക്സി ടാബ് ആക്റ്റീവ് 5 Pro. ഇതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 5G കണക്ടിവിറ്റി ഉണ്ട്. 5G കണക്ടിവിറ്റി സ്ക്വയർ അതെന്ത് സാധനം ഇതുവരെ ആളുകൾ അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ഇതുവരെ ഉള്ളത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഇൻ്റർനെറ്റ് കിട്ടും. ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ഒരു ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ വെച്ചാൽ ടപ്പെന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ. പിന്നെ നമ്മൾ അപ്ഗ്രേഡഡ് പ്രൊസസ്സർ അപ്ഗ്രേഡ് ആകാൻ പോകുന്നുണ്ട്. പിന്നെ മോർ മെമ്മറി സ്പേസ് കൂടുതലായിരിക്കും. അതാണ് നമ്മുടെ സാംസങ്ങിൻ്റെ അപ്കമിങ് നമ്മുടെ പ്രൊഡക്റ്റ്. അതാണ് പറയാൻ വെച്ചാൽ ഇത് റൂമറായിരിക്കും. എന്നാലും ഇതാണിപ്പോൾ പറയാം. നമ്പർ 3 സാംസങ്ങായിട്ട് ബന്ധപ്പെട്ടാണ്. സാംസങ് വാക്യൂം ബില്ല് വരുന്നുണ്ട്. സാംസങ് ആദ്യമായിട്ടല്ല ഫോമ അല്ലാതെ വേറെ കമ്പനി സാധനങ്ങൾ ഇറക്കുന്നത്. ഇത് കുറേ സാംസങ്ങിലുണ്ട്. സാംസങ്ങിൻ്റെ TV ഫ്രിഡ്ജ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ പക്ഷെ ഇത് പുതിയ സാധനം ആയതുകൊണ്ട് ഫീച്ചേഴ്സിനകത്തുണ്ടാവും. ഇതിനകത്ത് ട്രെയിനിങ് പോലുണ്ട് 2.0. അഡ്വാൻസ് മനസ്സിലായല്ല. സാംസങ്ങിൻ്റെ ഒരു പുതിയ തരം സക്ഷൻ പവർ എത്രയെന്ന് പറഞ്ഞാൽ 280 വാട്ട്സിൻ്റെ സക്ഷൻ പവറാണ് ഇതിനുള്ളത്. അപ്പോൾ സാംസങ്ങിൻ്റെ പുതിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ നമ്മുടെ OnePlusൻ്റെ ഒരു പുതിയ ഒരു പ്രൊഡക്റ്റാണ്. ഫോൺ അറിയാലോ, ഫോണാണ്. OnePlus Nord CE5 എന്നാണ് ഈ ഫോണിൻ്റെ പേര്. എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ഫോൺ അത് വൈകാണ്ട് വരും ആ ഫോൺ. അതിൻ്റെ ബാറ്ററി 7100 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ ചിപ്സെറ്റാണ് 8350 ആണ് ചിപ്സെറ്റ്. ഇതിൻ്റെ 8GB RAM ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ വരാൻ പോകുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ Vivo X200 ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ടല്ലോ. അതിനകത്ത് ഒരു ഫീച്ചർ April 21 റിലീസാകും. അതാണ് ഇതിനെപ്പറ്റി പറയുന്നത്. 4K റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുമ്പോൾ. പിന്നെ ഇത് iPhone 60 Pro Max ഒക്കെ ആയിട്ട് കമ്പറ്റേറ്റീവ് എന്നാണ് പറയുന്നത്. അതിന് എല്ലാം നടത്തുന്ന ഈ ഫോൺ നട്ടിന് നമ്മുടെ ആപ്പിളിനെ എല്ലാം നടന്നു പറയും. ആദ്യം നോക്കി വൈകാണ്ട് വരാൻ പറ്റും. നടന്നായിരുന്നു നോക്കിയിരുന്നു. റിയൽമിയുടെ ഒരു ഫോണാണ് റീസെൻ്റ്ലി ഇറങ്ങിയത്. അതെന്ന് പറഞ്ഞാൽ റിയൽമി നാർസോ 80 Pro 5G അതാണ് ആ ഫോണിൻ്റെ പേര്. പറഞ്ഞിരുന്നത് ഈ ഫോൺ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസും ഒരു മിഡ് റേഞ്ച് പ്രൈസ് ആയിരിക്കും ഈ ഫോണിന്. അധികം പ്രൈസ് ഉണ്ടാവില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റിയൽമി ആയതുകൊണ്ട് ആക്സും ബ്ലോഗേഴ്സും ഉണ്ടാവും. റിയൽമി എന്ന് പറയുന്നത് കമ്പനിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. പക്ഷേ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് പറഞ്ഞാൽ നല്ല ഇതാണ്. പിന്നെ മിഡ് റേഞ്ച് പ്രൈസ് ആയിരിക്കും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിരിക്കും. ഇത് നമ്മുടെ ഓപ്പോ കമ്പനിയുടെ ഫോണിനെ പറ്റിയാണ് പറയുന്നത്. ഓപ്പോ K13 ഇതിൻ്റെ ഇന്ത്യൻ ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ട് April 21 ഈ ഫോൺ വരുന്നത്. ഈ ഫോൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോണാണ്. കാരണം മിഡ് റേഞ്ച് ആണ് ഈ ഫോൺ വരുന്നത്. പ്രൈസ് എന്ന് വെച്ചാൽ മിഡ് റേഞ്ച് ആണ്. ലാർജ് ബാറ്ററി പിന്നെ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റ് ആയിരിക്കും ഇതിനകത്ത് മിക്കവാറും. ഇപ്പോൾ മിക്ക ഫോണും സ്നാപ്ഡ്രാഗനാണ്. കാരണം നല്ല ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൻ്റെ. അപ്പോൾ സ്നാപ്ഡ്രാഗൺ ചിപ്സെറ്റാണ് ഈ ഫോണിൽ വരാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഓപ്പോയുടെ ലേറ്റസ്റ്റ് ആവുന്ന ഫോൺ. ബാക്കി ഇതിനെപ്പറ്റി നമുക്ക് അധികം ഒന്നും അറിയാൻ പാടില്ല. കാരണം ഇതിപ്പോൾ April 21 റിലീസാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ iQOO കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസാണ്. നമ്മുടെ നെക്സ്റ്റ് ന്യൂസ് നമ്മുടെ iQOO 210Xൻ്റെ സെയിൽ
ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങാൻ പോകുന്ന ഫോൺ സെയിം അപ്പോൾ സ്റ്റാർട്ടാകും. അതും 12 മണിക്ക് ഉച്ച 12 മണിക്ക് ആകുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് സ്റ്റാർട്ടാകും. 6500 mAh ബാറ്ററിയാണ് ഈ ഫോൺ വരുന്നത്. ടെക്സാൻ 300 5Gൻ്റെ ചിപ്പിലേക്കാണ് ഇതിനകത്ത് വരുന്നത്. 120 ഹെർട്സിൻ്റെ ഐക്യ ഡിസ്പ്ലേ, നമ്മുടെ കണ്ണിന് പ്രൊട്ടക്ഷൻ ഡിസ്പ്ലേ ആണ് ഫോണിൽ വരുന്നത്. പിന്നെ 50 മെഗാ പിക്സൽ അൾട്രാ HD ക്യാമറ ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഫൺ ടച്ച് 15 OSൻ്റെ ഫൺ ടച്ച് 15 OS ഈ ഫോണിൽ വരുന്നത്. പിന്നെ 4K റെക്കോർഡിങ്ങും ഇപ്പോൾ നമുക്ക് 4K വീഡിയോ നിർമ്മിക്കാം. 6500 mAh ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പാരിസണിൽ ഞാനിപ്പോൾ സാംസങ്ങിൻ്റെ S25 അൾട്രാ സാംസങ്ങിൻ്റെ വലും പീസ് 1.5 ലക്ഷം രൂപയാണ് ആ ഫോണിൽ. ആ ഫോണിൻ്റെ ബാറ്ററി ഇത് പറയാൻ മതി 4000 mAh. ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ഈ ഐക്കൂടെ ബാറ്ററി ഇത് സ്റ്റോറേജ് കൂടുതലാണ്. കുറേ ചിലവർ ഈ ബാറ്ററി സ്റ്റോറേജ് ഒരു കാര്യം, പക്ഷേ എത്ര നേരം ബാറ്ററി ഉണ്ട് അത്ര നേരം. കാരണം ഐക്യൂടെ Z9 അതൊക്കെ ഒരു ദിവസം ഫുള്ള് ബാറ്ററി കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് നിൽക്കും. അത്രക്ക് ബാറ്ററി പെർഫോമൻസ് ഈ ഐക്യു എന്ന് പറഞ്ഞ ഫോൺ നല്ലൊരു ബ്രാൻഡാണ്. ഇപ്പോൾ പണ്ടൊരു ആപ്പു ബ്രാൻഡൊന്നും അല്ല ഐക്യു എന്ന് പറഞ്ഞാൽ സൂപ്പർ ബ്രാൻഡാണ്. പിന്നെയുള്ള നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ന്യൂസാണ് ഷൗമിയുടെ ഒരു ഫോണിനെ പറ്റി പറയുകയാണ്. ഷൗമി 16 Pro ആ ഫോണാണ്. അപ്പോൾ അതിലുണ്ട് നല്ല ക്യാമറ ലെൻസാണ്, പിന്നെ ക്യാമറ സ്പെക്ക്, പിന്നെ അതിൻ്റെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. പിന്നെന്താണെന്ന് പറഞ്ഞാൽ പെരിസ്കോപ്പ് ലെൻസും പെരിസ്കോപ്പ് ലെൻസ് ഉണ്ട്, അതൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. പിന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഫോണിൽ വരുന്നത്. പക്ഷെ ഇത്രയും നല്ലൊരു ഫോണായിട്ട് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയിലില്ല. എക്സ്ക്ലൂസീവ് ടു ചൈനീസ് മാർക്കറ്റ്. നമ്മളപ്പോൾ ഇത് നോക്കണം. ചൈനീസ് മാർക്കറ്റിന് എക്സ്ക്ലൂസീവായ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഷൗമിയുടെ ഒക്കെ പറഞ്ഞാൽ ഷൗമി 16 Pro ചൈനീസ് മാർക്കറ്റിന് എക്സ്ക്ലൂസീവാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് എക്സ്ക്ലൂസീവായിട്ട് ന്യൂസ് ഉണ്ട്. നമ്മൾ നത്തിങ്ങിനെ ബന്ധപ്പെട്ട നത്തിങ് CMF42 Pro ഇന്ത്യയിൽ ഇറങ്ങും. അതെന്ന് പറഞ്ഞാൽ അതിനൊരു ചാർജർ കിട്ടിയിട്ടുണ്ടാവും. യെസ്, നത്തിങ് ചാർജർ കൊടുത്തു തുടങ്ങി. ആ ഹുവാവിയുടെ ലേറ്റസ്റ്റ് ഹുവാവി PURA ആ ഫോൺ അത് നല്ല ഒരു ഫോണാണ്. പക്ഷെ അത് നമുക്ക് ഇവിടെ കിട്ടില്ല. കാരണം എന്താ, അത് എക്സ്ക്ലൂസീവ് ടു ആ റീജിയൻ എക്സ്ക്ലൂസീവാണ്. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർക്ക് മാത്രം കിട്ടിയതാണ് നത്തിങ്ങിന് CMF42. അതിനകത്ത് ചാർജർ കിട്ടി. നത്തിങ്ങിൻ്റെ ആദ്യത്തെ ഫോണിൽ പോലും അവർ ചാർജർ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ചാർജർ അത് ഓൺലി ഫോർ ഇന്ത്യ ചാർജർ കിട്ടിയിട്ട് കുറേ നാളായി. പിന്നെ അല്ല ഇങ്ങനെ വയോന്യം കൊണ്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ RTN റാൻഡം ടെക് ന്യൂസിലെ ഒരു എപ്പിസോഡ്. ഇത് നമ്മുടെ ചാനലിന് അങ്ങോട്ടും ഉണ്ടാകും. കാരണം നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ഉണ്ട്. ഞാനിത് ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഇപ്രാവശ്യം 10 ന്യൂസേ കിട്ടിയുള്ളൂ. കാരണം വെച്ചാൽ ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ട് ഞാൻ അധികം ഇൻക്ലൂഡ് ഇല്ല. പക്ഷേ ഞങ്ങളുടെ എപ്പിസോഡ് 15-20 ന്യൂസ് ടെക് ന്യൂസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലുള്ള ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ചുമ്മാ വീഡിയോ കാണും. നിങ്ങളുടെ ഒപ്പീനിയനാണ് എന്നെ വളരെ ഒരു ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പ്ലീസ് നിങ്ങൾ റിവ്യൂ കമൻറ്റ് ഇടുക. എന്താ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ എനിക്ക് അറിയണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മളിതൊരു 1K അടിച്ചിട്ടുള്ള പ്ലീസ് സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഐ ഹാവ് ഫോർ നൗ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം എഡിടെക്സ് signing out.